മാസപ്പടി കേസിൽ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്ത് ഇഡി. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് നിപുണ ഇന്റർനാഷണൽ. നിപുണ ഇന്റർനാഷണലാണ് CMRLന്റെ ചരക്ക് ഗതാഗതത്തിനായി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയിരുന്നത്. വ്യാജ ചിലവുകൾ കാണിച്ചായിരുന്നു CMRLന്റെ 182 കോടിയുടെ ഇടപാടുകൾ നടന്നത്. അനിൽ ആനന്ദ് പണിക്കരും ശരൺ എസ് കർത്തയും ഷിബി കർത്തയുമാണ് നിപുണയുടെ ഡയറക്ടർമാർ. കേരളത്തിലെ ചില അച്ഛന്മാർ അവരിപ്പോൾ മക്കൾ മാഹാത്മ്യത്തിൽപ്പെട്ട് ഓടിക്കളിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പ്രതി ചേർക്കപ്പെട്ട ഗുണഭോക്തൃ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നിപുണ ഇന്റർനാഷണൽ. നേരത്തെ ഇഡി നിപുണയിലും റെയ്ഡ് നടത്തിയിരുന്നു. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും സമൻസ് അയച്ചിരുന്നു. എന്നാൽ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് നേരത്തെ ഹാജരായിരുന്നില്ല. രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിച്ച ഒന്നായിരുന്നു മാസപ്പടി വിവാദം. കേരള പോലീസ് പോലും അറിയാതെ പിണറായിയുടെ തിരുവനന്തപുരത്തെയും ധർമ്മടത്തെയും മരുമകൻ PI മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ട് വീടും ഉൾപ്പെടെ പലയിടങ്ങളിലും ഒരേ സമയം ഇഡി റെയ്ഡ് നടത്തി. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ദിവസങ്ങൾക്കകമായിരുന്നു ഇഡിയുടെ നീക്കം. പിന്നെ കണ്ടത് സംഘർഷം. ഉദ്യോഗസ്ഥർ വന്ന കാറുകൾ പ്രവർത്തകർ ആക്രമിക്കുന്നതായിരുന്നു. പിണറായി വിജയൻ വീണ ഉടമസ്ഥയായ IT സ്ഥാപനമാണ് എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കൊച്ചി ആസ്ഥാനമായുള്ള കരിമണൽ ഖനന കമ്പനിയാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്. IT സേവനങ്ങളുടെ പേരിൽ 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ CMRL 1.72 രൂപ കൈമാറി എന്നാണ് ആരോപണം. അതും യാതൊരു IT സേവനവും എക്സാലോജിക്കിന് നൽകാതെയാണ് ഇത്രയും തുക കൈമാറിയത്. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയത് ഈ തുക ഏകദേശം 2.7 കോടിയോളം വരുമെന്നാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മറവിൽ നിയമവിരുദ്ധമായി CMRL നിന്ന് പണം വാങ്ങുകയായിരുന്നു എന്നാണ് ആരോപണം ഉയർന്നത്. 2019 ജനുവരി 25 ആദായ നികുതി വകുപ്പ് CMRL ഓഫീസുകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ വസതികളിലും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് സംഭവം ചൂടുപിടിക്കുന്നത്. 133.82 കോടി മുതൽ 182 കോടി രൂപ വരെ CMRL നികുതി വെട്ടിപ്പ് നടത്തിയതായും റെയ്ഡിൽ കണ്ടെത്തി. ചിലവുകളെ കൃത്രിമം കാണിച്ചുണ്ടാക്കി കള്ളപ്പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയതിന്റെ രേഖകളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഈ രേഖകളിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങളും ഉണ്ടായിരുന്നത്. യാതൊരു IT സേവനങ്ങളും നൽകാതെയാണ് എക്സാലോജിക്കിന് പണം നൽകിയത് എന്ന ആരോപണം ശരിയാണെന്ന് CMRL ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിരുന്നു. പിന്നെ എന്തിന് പണം നൽകി? മുഖ്യമന്ത്രി ചെയ്ത സഹായത്തിന് പ്രതിഫലം എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവർ ഉത്തരം നൽകുന്നത്. CMRLന് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനാനുമതി ലഭിക്കാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് കമ്പനിയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ വീണ വിജയന് പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ കൺസൾട്ടന്റ് നിയമന കത്ത് ലഭിച്ചു. പിന്നീട് 2017 മാർച്ചിൽ എക്സലോജിക്കുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ കരാർ, അതായത് റവന്യൂ വകുപ്പിലെ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾക്ക് പകരമായി നൽകിയ നിയമവിരുദ്ധ പ്രതിഫലമാണ് ഈ പ്രതിമാസ പണമിടപാടുകൾ എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ വാദം. എന്തായാലും ബുധനാഴ്ച വീണയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കേരളത്തിലുള്ള ചില മക്കളുടെ മാഹാത്മ്യത്തിൽ അവരുടെ അച്ഛന്മാർ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരുടെ തന്തമാർ ഇപ്പോൾ കേരളത്തിൽ നെട്ടോട്ടമോടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.